Hello everyone, welcome back to Nutshell Lines. Today I'll be dealing with the grammar part, modal auxiliaries. Once again, welcome to the video. So first, moving to the topic, I would like to share some details regarding modal auxiliary verbs. That is, what is modal auxiliary verbs? Modal auxiliary verbs are helping verbs that modify the meaning of the main verb in a sentence. It provides extra information about the verb. അതായത് ഒരു സെൻറ്റൻസിൽ നമ്മൾ ഒരു വേർബ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഹെൽപ്പിംഗ് വേർബായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് മോഡൽ ഓക്സിലറി വേർബ്സ്. ഇറ്റ് ആക്ച്വലി ഇൻക്രീസ് ദ മീനിങ് ഓർ ദി പേർപ്പസ് ഓഫ് ദി സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് ആക്ച്വലി ഗിവ്സ് ആൻ എക്സ്ട്രാ ഇൻഫർമേഷൻ അബൌട്ട് ദി വേർബ്. നമ്മൾ യൂസ് ചെയ്യുന്ന വേർബിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ഓക്സിലറി വേർബ്സ് നമുക്ക് തരുന്നത്. സോ ദ ആക്ട് ആസ് എ ടൈപ്പ് ഓഫ് ഹെൽപ്പിംഗ് വേർബ്സ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള വേർബ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നെസസിറ്റി, പോസിബിലിറ്റി, പെർമിഷൻ, എബിലിറ്റി, പൊലൈറ്റ്നസ്, മാനേഴ്സ്, ഒബ്ലിഗേഷൻ, ലൈക്ലിഹുഡ്, അഡ്വൈസ്. അതായത് മോഡൽ ഓക്സിലറി വേർബ്സിൻ്റെ അവരുടെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് നമ്മളത് യൂസ് ചെയ്യുന്നത് ഒരു നെസസിറ്റി കാണിക്കാനോ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു ആസ്ക് പെർമിഷൻ ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലിൻ്റെയും ഒരു എബിലിറ്റി കാണിക്കുവാനോ അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു ഷോ മാനേഴ്സ് അല്ലെങ്കിൽ ഒരു പൊളൈറ്റ്നെസ് കാണിക്കാനോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ കൂടുതലും മോഡൽ ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യുന്നത്. സോ ദേ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു ഫോം എ ഗ്രമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ്. അതായത് ഒരു സെൻറ്റൻസ് അതിൻ്റെ ഗ്രമാറ്റിക്കലി കറക്റ്റ് ആവണമെങ്കിൽ ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ ഇൻ ഓർഡർ ടു ആഡ് ദിസ് കൈൻഡ് ഓഫ് മോഡൽ ഓക്സിലറി വേർബ്സ്. ഓക്കെ, സോ ഐ എം മൂവിങ് ടു ദി മോഡൽ ഓക്സിലറീസ്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി വേർബ്സ് ആണ് വിച്ച് ഈസ് ഗിവൺ ബിലോ. ദാറ്റ് ഈസ് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, മസ്റ്റ്, ought to, have to. ഇതൊക്കെയാണ് നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത്. സോ ഐ വിൽ ഷോ സം എക്സാമ്പിൾസ് ബൈ യൂസിങ് ദീസ് മോഡൽ ഓക്സിലറി വേർബ്സ്. സോ ഫസ്റ്റ് വൺ, ഇറ്റ് മൈറ്റ് റെയിൻ ഇൻ ദ മോർണിംഗ്. സോ അവിടെ മൈറ്റ് എന്ന് പറയുന്ന വേർഡാണ് മോഡൽ ഓക്സിലറി വേർബായിട്ട് വന്നിരിക്കുന്നത്, വിച്ച് ഇൻഡിക്കേറ്റ് ദ പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി. ഒരു പോസിബിലിറ്റി കാണിക്കാനാണ് നമ്മളവിടെ മൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് മൈറ്റ് റെയിൻ ഇൻ ദ മോർണിംഗ്. ഐ തിങ്ക് ദേ വിൽ റീച്ച് മുംബൈ ബൈ 10 PM. ഓക്കെ, ഐ തിങ്ക് ദേ വിൽ റീച്ച് മുംബൈ ബൈ 10 PM. അവിടെ വില്ലാണ് നമ്മൾ മോഡൽ ഓക്സിലറി വേർബായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഓൾ സ്റ്റുഡൻസ് ഷുഡ് ഫോളോ ദി ഡ്രസ് കോഡ് സ്ട്രിക്ട്ലി. So we use the word should there in order to showcase the necessity അല്ലേ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നെസസിറ്റി അല്ലെങ്കിൽ ഒരു റൂൾ അവിടെ എല്ലാവരും ഫോളോ ചെയ്യണം എന്ന് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഷുഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ വി ഷാൽ മീറ്റ് അറ്റ് ദി പാർക്ക് ഫോർ ഈവനിങ് വാക്ക്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഷാലാണ്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ടു ഫൈൻഡ് മൈ പെൻ. ഓക്കെ, here we use the word could, okay, in order to indicate that request അല്ലെങ്കിൽ നമ്മളൊരു പൊളൈറ്റ് ആയിട്ട് ഒരാളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മളവിടെ കുഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ജോൺ ക്യാൻ സ്പീക്ക് 3 ലാംഗ്വേജസ്. ജോണിന് 3 ഭാഷ സംസാരിക്കാൻ പറ്റും. സോ ഹിസ് എബിലിറ്റി, അവൻ്റെ ആ ഒരു എബിലിറ്റി കാണിക്കാനാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. മേ ഐ ബോറോ യുവർ സയൻസ് ബുക്ക്. ഓക്കെ, ഹിയർ വി ക്യാൻ സേ ഒരു പൊളൈറ്റ് ആയിട്ടുള്ളൊരു റിക്വസ്റ്റ് പോലെ തന്നെയാണ്, ഒരു പെർമിഷൻ എടുക്കുന്ന പോലെ തന്നെയാണ് മേ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വുഡ് യു പാസ് ദി സോൾട്ട് ആൻഡ് യു മസ്റ്റ് കം ഫോർ ദ ഡിന്നർ. ദെൻ യു ought ടു ഈറ്റ് ഹെൽത്തി ഫുഡ്സ്. ഓക്കെ, സോ യു ought ടു ഈറ്റ് ഹെൽത്തി ഫുഡ്സ് എന്ന് പറയുമ്പോൾ വി ക്യാൻ സേ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എൻ ഒബ്ലിഗേഷൻ. ഒരു ഒബ്ലിഗേഷൻ പോലെയാണ് നമ്മൾ ought ടു യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഫൈനലി ഓൾ സ്റ്റുഡൻസ് ഹാവ് ടു സബ്മിറ്റ് ദെയർ പ്രൊജക്ട്സ് ബൈ വെനസ്ഡേ. സോ ഹാവ് ടു അവിടെ കാണിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു നെസസിറ്റി അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടൊരു ഷുവർട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദ വേർഡ് ഹാവ് ടു ഈസ് യൂസ്ഡ് in that particular sentence. So that is the end of the video, model auxiliary verbs. This is a very short video.
So for more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you. Thank you so much.